നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലെ സർവീസ് റോഡിന്റെയും ഡ്രെയിനേജിന്റെയും പ്രവൃത്തി 30 ദിവസത്തിനകം പൂർത്തീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് NH അധികാരികൾ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ദേശീയപാത 66ന്റെ വികസന പ്രവൃത്തികളുടെ ഭാഗമായി ഗതാഗതക്കുരുക്ക് നേരിടുന്ന നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ സർവീസ് റോഡിന്റെയും ഡ്രെയിനേജിന്റെയും നിർമ്മാണം 30 ദിവസത്തിനകം പൂർത്തീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാട്ടിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സമരസമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് ബന്ധപ്പെട്ടവർ ഇക്കാര്യം അറിയിച്ചത്. വരാനിരിക്കുന്ന കാലവർഷവും ഗതാഗതക്കുരുക്കും വെള്ളക്കെട്ടും പരിഗണിച്ച് നിലവിലുള്ള മണ്ണ് തിട്ടപ്പെടുത്തിയുള്ള പാതയിലൂടെ താൽക്കാലികമായി വാഹനങ്ങൾ കടത്തിവിടും. സർവീസ് റോഡ് ഡ്രെയിനേജ് പ്രവൃത്തികൾ മഴയില്ലാത്ത 15 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് NH അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞു. സർവീസ് റോഡിന്റെ നിർമ്മാണം നടത്തുമ്പോൾ ആവശ്യമായ ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച് നീലേശ്വരം നഗരസഭാതല ഗതാഗത നിയന്ത്രണ അതോറിറ്റി യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് പരിഹാരം കാണും. ഇതിന് നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കും. രൂക്ഷമായ ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിന് സർവീസ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാമോ പറഞ്ഞു. ആകാശപാത വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് അടിയന്തര റിപ്പോർട്ട് നൽകിയതിനെ യോഗത്തിൽ ജനപ്രതിനിധികളും സമരസമിതിയും സ്വാഗതം ചെയ്തു. ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗാർഗ്, നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, നഗരസഭാ മുൻ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധിയായ വിജയ് റാത്തോഡ്, LA ഡെപ്യൂട്ടി കളക്ടർ ലിബു S ലോറൻസ്, നഗരസഭാ സെക്രട്ടറി അനുപമ സദാനന്ദൻ, സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ LA NH KT അബ്ദുൽ ഹക്കീം, നീലേശ്വരം ESI K അജിത, RTO ജെറാൾഡ്, ഹോസ്തൃക താലൂക്ക് സീനിയർ സൂപ്രണ്ട് PV തുളസിരാജ്, സമരസമിതി പ്രതിനിധികൾ, ജനകീയ സമരസമിതി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.